أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. المضاعف الدرس السادس عشر. 16-ാമത്തെ അധ്യായം മുദാഅഫിനെ കുറിച്ചാണ്. അൽ ഫിഅലുൽ മുദാഅഫു, മുദാഅഫായ ഫിഅല്, വയുഖാലു ലഹു, അതിന് പറയപ്പെടും അൽ അസമ്മു, ചെവിടുവട്ടം ഫിഅല് എന്നും പറയപ്പെടും, അസമ്മ് എന്നും പറയപ്പെടും. മിനസ്സുലാസിയിൽ മുജറദി വൽ മസീദ് ഫീഹി, ഈ മുദാഅഫായ ഫിഅല് സുലാസി മുജറദിൽ നിന്നും സുലാസി മസീദി ഫീഹിയിൽ നിന്നും. മുദാഅഫായ ഫിഅല് എന്ന് പറഞ്ഞാൽ അത് ഒരു ഫിഅലാണ്. എങ്ങനത്തെ ഫിഅല്? ഖാന ഐനുഹു, ആ ഫിഅലിൻ്റെ ഐൻ ഫിഅൽ ആയിരിക്കുന്നു, വലാമുഹു, അതിൻ്റെ ലാം ഫിഅലും ആയിരിക്കുന്നു, മിൻ ജിൻസിൻ വാഹിദിൻ, ഒരു ഒറ്റ വർഗത്തിൽ നിന്നുള്ളത് ആയിരിക്കുന്നു. ഉദാഹരണം റദ്ദ പോലെ, റദദ എന്നാണ്. ഐൻ ഫിഅൽ ദാല്, ലാം ഫിഅലും ദാല്. റദദ ഫഅല, ഐൻ ഫിഅലിൻ്റെ സ്ഥാനത്ത് ദാലാണ്, ലാം ഫിഅലിൻ്റെ സ്ഥാനത്തും ദാലാണ്. അങ്ങനെ ലാം ഫിഅലും ഐൻ ഫിഅലും ഒറ്റ ഒന്ന് ആയ ഫിഅല്, അതാണ് സുലാസി മുജറദിൽ നിന്നും സുലാസി മസീദ് ഫീഹിയിൽ നിന്നും മുദാഅഫ് എന്ന് പറഞ്ഞാൽ. റദ്ദ സുലാസി മുജറദിൽ നിന്നുള്ള ഒരു മുദാഅഫായ ഫിഅലാണ്. അതിൻ്റെ ഐൻ ഫിഅലും ലാം ഫിഅലും ഒരു ഒറ്റ വർഗത്തിൽപ്പെട്ടതാണ്. വ അഅദ്ദ, അഅദദ എന്നാണ് ഉണ്ടാകുക. അഅദദ അഫ്അല, ഇവിടെ ദാല് അഅദദ എന്ന് പറഞ്ഞിട്ട് അഫ്അല, ഐൻ ഫിഅല് ദാലാണ്, ലാം ഫിഅലും ദാലാണ്. അഫ്അല അഅദദ. ഫഇന്ന അസ്ലഹുമ, തീർച്ചയായിട്ടും, കാരണം തീർച്ചയായിട്ടും അതിൻ്റെ രണ്ടിൻ്റെയും അസ്ല് റദദ അഅദദ എന്നാണ്. റദദ എന്ന ഫിഅലിനെ ഈ ദാലിനോട് ചേർത്ത് ഇദ്ഗാം ചെയ്തു റദ്ദ എന്നാക്കി. അഅദദ എന്ന് പറഞ്ഞിടത്ത് ദാലിൻ്റെ ഹറക്കത്ത് എടുത്തുകൊണ്ടിട്ട് നമ്മൾ ഐന് കൊടുത്തു, അപ്പോൾ അഅദദ എന്നായി. എന്നിട്ട് ആ ദാലിൽ ഇദ്ഗാം ചെയ്തപ്പോൾ അഅദ്ദ എന്നായി. വമിനർ റുബാഇ, റുബാഇയായ ഫിഅലിൽ നിന്ന് ഈ മുദാഅഫായ ഫിഅൽ എന്ന് പറഞ്ഞാൽ ഒരു ഫിഅലാണ്. കാന ഫാഉഹു, അതിൻ്റെ ഫാ ഫിഅൽ ആയിരിക്കുന്നു, വലാമുഹു, അതിൻ്റെ ലാം ഫിഅലും ആയിരിക്കുന്നു. ഏത് ലാം ഫിഅൽ? അൽ ഊല, ഒന്നാമത്തെ ലാം ഫിഅലും ഫാ ഫിഅലും ആയിരിക്കുന്നു. വ ഐനുഹു വ ലാമുഹു സാനിയത്തു, അതുപോലെ അതിൻ്റെ ഐൻ ഫിഅലും രണ്ടാമത്തെ ലാം ഫിഅലും അതും ആയി. മിൻ ജിൻസിൻ വാഹിദിൻ, ഒറ്റ ജിൻസിൽപ്പെട്ടതായി. അങ്ങനെയുള്ള ഫിഅലിനാണ് റുബാഇയിൽ നിന്ന് നമ്മൾ മുദാഅഫ് എന്ന് പറയുന്നത്. ഉദാഹരണം സൽസല, ഇതിൻ്റെ ഫാ ഫിഅൽ ആരാണ്? ഫഅലയിൽ ഫാ ഫിഅൽ ആരാണ്? സായാണ്. ഫഅല, ഒന്നാമത്തെ ലാം ഫിഅൽ സായാണ്. സൽസ ഫഅല, ഒന്നാമത്തെ ലാം ഫിഅൽ അതാണല്ലോ, ഒന്നാമത് വരുന്ന ലാം ഫിഅൽ. ഫഅലയിൽ ഒന്നാമത് വരുന്ന ലാം ഫിഅൽ ഫഅല എന്ന് പറഞ്ഞിടത്ത ലാം ഫിഅൽ ആണല്ലോ. സൽസലയിൽ സൽസ, ഇത് അപ്പം ഒന്നാമത്തെ ലാം ഫിഅലും ഫാ ഫിഅലും എന്താണ്? ഒരേ വർഗത്തിൽപ്പെട്ട സ എന്ന ഹർഫ് ആണ്. പിന്നെ അതിൻ്റെ ഐൻ ഫിഅലും രണ്ടാമത്തെ ലാം ഫിഅലും അതും ഒരേ വർഗത്തിൽപ്പെട്ടതാവും. സൽസല ഇവിടെ ഐൻ ഫിഅലിൻ്റെ സ്ഥാനത്ത് സൽ ആരാളുള്ളത്? ലാമാണുള്ളത്. സല രണ്ടാമത്തെ ലാം ഫിഅൽ. ഫഅല രണ്ടാമത്തെ ലാം ഫിഅൽ ആരാണ്? അതും ലാമാണ്. അപ്പം ഒന്നാം ഐൻ ഫിഅലും രണ്ടാമത്തെ ലാം ഫിഅലും ഒരേ വർഗത്തിൽപ്പെട്ടതായി. ഫാ ഫിഅലും ഒന്നാമത്തെ ലാം ഫിഅലും അതും ഒരേ വർഗത്തിൽപ്പെട്ടതായി. ഇങ്ങനെ വന്നപ്പോൾ ഈ സൽസല എന്ന ഫിഅൽ റുബാഇ മുജറദിൽ നിന്നുള്ള ഒരു മുദാഅഫായി മാറി. റുബാഇ മുജറദിൽ നിന്നുള്ള മുദാഅഫ് ഇങ്ങനെ വരിക, അതിൻ്റെ ഫാ ഫിഅലും ഒന്നാമത്തെ ലാം ഫിഅലും ഒരേ വർഗത്തിൽപ്പെട്ട അക്ഷരങ്ങളായിരിക്കും. അതിൻ്റെ രണ്ടാമത്തെ ലാം ഫിഅലും ഐൻ ഫിഅലും ഒരേ വർഗത്തിൽപ്പെട്ട അക്ഷരങ്ങളായിരിക്കും. തസൽസല തഫഅലല, ഇവിടെ അതുപോലെ തന്നെയാണ്. ഫഅല സൽസ, ഫാ ഫിഅലും ഒന്നാമത്തെ ലാം ഫിഅലും സായാണ്. പിന്നെ സൽസല എന്ന് പറഞ്ഞിടത്ത് ഐൻ ഫിഅലും രണ്ടാമത്തെ ലാം ഫിഅലും
ഒരേ വർഗത്തിൽപ്പെട്ടതാണ്. അപ്പോൾ റുബാഇയിൽ നിന്ന് റുബാഇ മുജറദാവട്ടെ റുബാഇ മസീദ് ഫിഹി ആവട്ടെ, അതിൽ മുദാഅഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒന്നാമത്തെ ലാം ഫിഅലും ഫാ ഫിഅലും ഒരേ വർഗത്തിൽപ്പെട്ടതാവുക, രണ്ടാമത്തെ ലാം ഫിഅലും ഐൻ ഫിഅലും ഒരേ വർഗത്തിൽപ്പെട്ടതാവുക. ഇങ്ങനെ വന്നാലാണ് അത് മുദാഅഫ് ആവുക. വഇന്നമാ ഉൽഹിഖൽ ഫിഅലുൽ മുദാഅഫു ബിൽ മുഅ്തല്ലാത്തി, തീർച്ചയായിട്ടും ഈ മുദാഅഫായ ഫിഅലിനെ മുഅ്തല്ലായ ഫിഅലുകളോട് ചേർത്ത് പറയപ്പെടാനുള്ള കാരണം അതെന്താണ്? വഇന്നമാ ഉൽഹിഖൽ ഫിഅലുൽ മുദാഅഫു, തീർച്ചയായിട്ടും മുദാഅഫായ ഫിഅൽ ചേർത്ത് പറയപ്പെട്ടു ബിൽ മുഅ്തല്ലാത്തി, മുഅ്തല്ലാത്തുകളോട് തന്നെ, മുഅ്തല്ലാത്തുകളോട് മാത്രം ചേർത്ത് പറയപ്പെട്ടു. സ്വഹീഹായ ഫിഅലുകളുടെ കൂടെ അല്ല മുദാഅഫിനെ പറയുന്നത്, ഈ മുഅ്തല്ലായ ഫിഅലുകളുടെ കൂടെയാണ്. അതായത് നമ്മൾ തുടക്കത്തിൽ വാവോ അല്ലെങ്കിൽ ഐൻ ഫിഅലോ ലാം ഫിഅലോ ഫാ ഫിഅലോ വാവോ യാഓ അലിഫോ ആയി വന്ന ഫിഅലിനാണ് എന്തെന്ന് പറയാം? മുഅ്തല്ലാത്ത് എന്ന് പറയാം. അപ്പോൾ വഅദ ഫാ ഫിഅൽ വാവായി വന്ന ഫിഅലാണ്, ഇത് മുഅ്തല്ലാണ്. ആല ഐൻ ഫിഅൽ അലിഫായി വന്ന ഫിഅലാണ്. റമ ലാം ഫിഅൽ അലിഫായിട്ട് വന്ന ഫിഅലാണ്. ഇങ്ങനെയുള്ള ഫിഅലുകൾക്കാണ് നമ്മൾ എന്താ പറയുക? മുഅ്തല്ലാത്ത് എന്ന് പറയുന്നത്. ഇല്ലത്തിൻ്റെ ഹർഫുകളായ അലിഫോ വാവോ യാഓ ഉള്ള ഫിഅലുകൾ എന്നർത്ഥം. ഈ ഫിഅലുകളെ മുദാഅഫിൻ്റെ കൂടെ ചേർത്ത് പറയാനുള്ള കാരണം എന്താണ്? ലിഅന്ന ഹർഫ തദ്ഈഫി, കാരണം തീർച്ചയായിട്ടും തദ്ഈഫിൻ്റെ ഹർഫ് യൽഹഖുഹു, അതായത് തദ്ഈഫിൻ്റെ ഹർഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ റദ്ദ അഅദ്ദ എന്നൊക്കെ പറഞ്ഞിടത്തുള്ള ശദ്ദുള്ള ദാല്, രണ്ട് ദാല് ചേർന്നതാണല്ലോ. അഅദ്ദ എന്ന് പറഞ്ഞിടത്തുള്ള ദാല് രണ്ട് ദാല് ചേർന്നതാണ് അഅദ്ദ. അപ്പോൾ ഈ തദ്ഈഫിൻ്റെ ഹർഫ് യൽഹഖുൽ ഇബ്ദാലു, അതിന് ഇബ്ദാൽ അതിനോട് ചേർന്ന് വരും എന്ന് പറഞ്ഞാൽ അതിനെ മാറ്റിയിട്ട് അതിൻ്റെ പകരം വേറെ മറ്റൊരക്ഷരം വരും എന്ന്. കഖൗലിഹിം അംലൈതു, അംലൈതു എന്നവർ പറയുന്നത് പോലെ, ബിമഅന അംലൽതു, അമല്ല യുമില്ലു, അംലല യുംലിലു ആണ് ഉണ്ടാവുക. അമല്ല യുമില്ലു, അതാ അതിനാണ് അമല്ല എന്നുള്ള മുതകല്ലിമാണ് ആര്? അം ലൽതു അഫ് അൽതു. ഇവിടെ ഈ ലാം ഫിഅലിന്റെ സ്ഥാനത്ത് പാര് വന്നു? യാ വന്നു. അംലൈതു എന്ന് പറഞ്ഞപ്പം യാ വന്നു. അപ്പം ഇങ്ങനെ ഈ തദ്ഈഫിൻ്റെ അക്ഷരത്തിൻ്റെ സ്ഥാനത്ത് മറ്റൊരു അക്ഷരം സെറ്റ് ചെയ്ത് വെക്കുന്ന പരിപാടി എവിടെ ഉണ്ട്? ഈ മുദാഅഫിലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇബ്ദാൽ, അതിന് പകരമായിട്ട് മറ്റൊരക്ഷരം വരും. അപ്പോൾ ഇതിന് പകരമായിട്ട് ആര് വന്നു? ലാമിന് പകരമായിട്ട് യാ വന്നു. വ യൽഹഖുൽ ഹദ്ഫു, അതിന് ഹദ്ഫ് ചേർന്ന് വരും ഈ മുദാഅഫിനോട്. മുദാഅഫിൽ നിന്ന് ചിലപ്പം ഒരക്ഷരമൊക്കെ കളയപ്പെട്ടു പോകും, ഈ മുഅ്തല്ലിൽ നിന്ന് കളയപ്പെട്ടു പോകുന്നത് പോലെ. കഖൗലിഹി മിസ്തു ളിൽതു എന്നൊക്കെ പറഞ്ഞതുപോലെ, ബിഫത്ഹി ഫാഇൽ ഫിഅലി വകസ്രിഹ, മസ്തു എന്നും പറയാം, ലൽതു എന്നും പറയാം, മിസ്തു എന്നും പറയാം, ളിൽതു എന്നും പറയാം. അതുപോലെ അഹസ്തു എന്ന് പറയാം. ഇവിടെ മസസ്തു, ലലിൽതു, അഹ്സസ്തു, അഹസ്സ, അഹ്സസ്തു, അഹ്സസ എന്നാണ് ഉണ്ടാകുക. അതിനെ നമ്മൾ മുതകല്ലിമിലേക്ക് മാറ്റുമ്പം അഹ്സസ്തു, ഫഅലൽതു അങ്ങനെ വരും. അഫ്അൽതു, അഹ്സസ്തു, അഫ്അൽതു. അതുപോലെ ലലിൽതു, ഫഇൽതു, മസസ്തു അല്ലെങ്കിൽ മസിസ്തു, ഫഇൽതു ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് മിസ്തു എന്ന് പറയാം, അല്ലെങ്കിൽ മസ്തു എന്ന് പറയാം, അതുപോലെ ലൽതു എന്ന് പറയാം, അഹസ്തു എന്ന് പറയാം. അങ്ങനെ ഒരു ഹർഫിനെ കളയാൻ പറ്റും. ഇത് മുഅ്തല്ലിലും കളയാൻ പറ്റും. മുഅ്തല്ലില് ചിലപ്പോഴൊക്കെ ഐൻ ഫിഅലിനും ലാം ഫിഅലിനൊക്കെ കളയണ അവസ്ഥ ഉണ്ട്, ഫാ ഫിഅലിനൊക്കെ കളയും. ഇല്ലത്തിൻ്റെ ഹർഫായിട്ട് അലിഫോ വാവോ യാഓ വന്നാൽ ചിലപ്പോൾ അതിനെ പോകുമ്പം വഅദ, അതിനെ മുദാരി യൗഇദു എന്നല്ല യഇദു എന്നാണ്. വാവ് പോയി, ഫാ ഫിഅൽ പോയി. അതുപോലെ ഖാല, ഖാല ഖാല ഖാലു, ഖാലത്ത് ഖാലത്ത, ഖുൽന പോയി, അലിഫ് പോയി. അപ്പം ഇങ്ങനെയൊക്കെ സംഭവിക്കും. അതുപോലെ റമ, റമ റമയ, റമ റമത്ത്, റമത്ത, റമത്ത് പോയി, അലിഫ് പോയി, റമാത്ത് എന്നില്ല.
ഇങ്ങനെ കളയൽ എവിടെ സംഭവിക്കുന്നുണ്ട്? മുഅ്തല്ലായ ഫിഅലുകളിൽ സംഭവിക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഈ മുദാഅഫായ ഫിഅലും ഇടക്കൊക്കെ ചിലപ്പോൾ ചില അക്ഷരങ്ങളൊക്കെ കളയപ്പെട്ടു പോകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടിട്ട് ഇത് രണ്ടും തമ്മിൽ നല്ല സാദൃശ്യം വന്നു. അപ്പൊ എന്നാ പിന്നെ അതിന്റെ കൂട്ടത്തിൽ തന്നെയാണ് പറയാ എന്ന് വിചാരിച്ചു. മൻ തശബ്ബഹ ഖൗമൻ ഫഹുവ മിൻഹും. ആരെങ്കിലും ഒരു വിഭാഗത്തിനോട് സാദൃശ്യപ്പെട്ടാൽ ഓൻ അക്കൂട്ടത്തിലാണ്. വൽ മുദാഅഫു സുലാസിയു. സുലാസിയായ മുദാഅഫ് യൽഹഖുൽ ഇദ്ഗാമു. അതിനോട് ഇദ്ഗാം ചേർന്ന് വരും. അതായത് സുലാസിയായ മുദാഅഫിൽ ഇദ്ഗാം ഉണ്ടാകും. വഹുവ ആ ഇദ്ഗാം എന്ന് പറഞ്ഞാൽ അൻ തുസ്കിനൽ ഹർഫൽ അവ്വല. ഒന്നാമത്തെ ഹർഫിന് നീ സുക്കൂൻ ചെയ്യലാണ്. വ തുദ്രിജഹു ഫിൽ ഹർഫി സാനി. എന്നിട്ട് രണ്ടാമത്തെ ഹർഫിൽ അതിനെ നീ ചേർത്ത് വെച്ച് ഉൾക്കൊള്ളിച്ച് പറയലും ആണ്. വ യുസമ്മൽ അവ്വലു. അപ്പോൾ ഒന്നാമത്തെ അക്ഷരത്തിന് പറയപ്പെടും മുദ്ഗമൻ എന്ന്, ഇദ്ഗാം ചെയ്യപ്പെട്ട ഹർഫ് എന്ന്. രണ്ടാമത്തെ അക്ഷരത്തിന് മുദ്ഗമൻ ഫീഹി എന്ന് പറയും. അതായത് ഏതിലാക്കാണോ ഇദ്ഗാം ചെയ്തത് അത്, ഇദ്ഗാം ചെയ്യപ്പെട്ടത് ആ ഹർഫ്, അതിനാണ് മുദ്ഗമൻ ഫീഹി എന്ന് പറഞ്ഞത്. ഉദാഹരണം മദ്ദ എന്ന് പറഞ്ഞതുപോലെ. ഫ ഇന്ന അസ്ലഹു, കാരണം തീർച്ചയായിട്ടും അതിൻ്റെ അസ്ല് മദദ എന്നാണ്. അപ്പോൾ ഒന്നാമത്തെ ഹർഫായ ദാലിനെ, ദാലിൻ്റെ സുക്കൂനിൻ്റെ ഹറക്കത്തിനെ നമ്മളാണ് കളഞ്ഞു, മദ്ദ എന്നായി. എന്നിട്ട് ആ ഒന്നാമത്തെ സുക്കൂനുള്ള ദാലിനെ, അതാണ് മുദ്ഗം, ഇദ്ഗാം ചെയ്യപ്പെടുകയാണ്. അപ്പം ആ ഒന്നാമത്തെ സുക്കൂനുള്ള, നമ്മളിപ്പം മദദ എന്ന് പറഞ്ഞുകൊടുത്ത് ഹറക്കത്ത് കളഞ്ഞ നമ്മളെ സുക്കൂനുള്ള ദാല്, മദ്ദ എന്ന് പറഞ്ഞിടത്തുള്ള ആ സുക്കൂനുള്ള ദാല്, അതിനെ നമ്മൾ രണ്ടാമത്തെ ഹറക്കത്തുള്ള ദാലിലേക്ക് ഇദ്ഗാം ചെയ്യാണ്. അപ്പോൾ അത് മുദ്ഗമും ഫീഹി. ഇടുന്ന സാധനത്തിന് മുദ്ഗം, ഇട്ടുവെച്ച പാത്രത്തിന് മുദ്ഗമും ഫീഹി എന്ന് പറയും. അപ്പോൾ ആ സുക്കൂനുള്ള ദാലിനെ നമ്മൾ ഇട്ടു, എവിടെ കിട്ടു? രണ്ടാമത്തെ ദാലിൻ്റെ ഉള്ളിൽ കണ്ടിട്ടു. അപ്പം മദ്ദ എന്നായി. ഹൈസു അസ്കൻത ദാല, നീ ദാലിന് സുക്കൂൻ ചെയ്ത സന്ദർഭത്തിൽ, അൽ ഊല ഒന്നാമത്തെ ദാലിന്, വഅദ്റജ്തഹ ഫി സാനിയത്തി രണ്ടാമത്തെ ദാലിൽ അതിനെ നീ ചേർത്ത് ഉൾക്കൊള്ളിച്ച സന്ദർഭത്തിലും. വൽ ഹർഫു സാനി, അപ്പൊ രണ്ടാമത്തെ ഹർഫ് ഉണ്ടല്ലോ മദദ എന്ന് പറഞ്ഞിടത്ത് രണ്ടാമത്തെ ഹർഫ് ലാ യകൂനു ഇല്ലാ മുതഹരിക്കൻ, അത് മുതഹരിക്കല്ലാതാവില്ല, മുതഹരിക്കന്നാവുള്ളൂ. തിരിഞ്ഞില്ലേ? ഒന്നാമത്തെ ഹർഫിനെ, മുദ്ഗമായ ഹർഫിനെ നമ്മൾ ചെത്തിക്കൂർപ്പിച്ച് അതിൻ്റെ ഹറക്കത്തൊക്കെ കളഞ്ഞ് സെറ്റാക്കി കണ്ടിട്ട് നേരെ രണ്ടാമത്തെ ഹർഫിൻ്റെ ഉള്ളിൽ കണ്ടിട്ട് കൊടുക്കും. അപ്പോൾ ചെത്തിക്കൂർപ്പിച്ച സുക്കൂന, ഹറക്കത്തൊക്കെ കളഞ്ഞ് സുക്കൂനൊക്കെ ഇട്ട് വെച്ച സെറ്റാക്കിയ ഹർഫിനെ നമ്മൾ എന്ത് പറയും? മുദ്ഗമുൻ എന്ന് പറയും. അതിനങ്ങോട്ട് ഇട്ട് കൊടുക്കുന്ന രണ്ടാമത്തെ ഹറക്കത്തുള്ള ഹർഫിന് മുദ്ഗമുൻ ഫീഹി എന്നും പറയും. അതെപ്പോഴും മുതഹരിക്കായിരിക്കും ഈ മുദ്ഗമുൻ ഫീഹി. മദ്ദ എന്ന് പറഞ്ഞുകൊടുത്ത് മുദ്ഗമുൻ ഫീഹി ഹറക്കത്തുള്ള ദാലാണ്, സുക്കൂനുള്ള ദാലാണ് മുദ്ഗം. അതിനെടുത്താണ്ടിട്ട് നമ്മൾ ഹറക്കത്തുള്ള ദാലിലേക്കാണ്ട് ഇട്ടു, അവൻ മദ്ദ എന്നായി. മൽ ഫർഖു ബൈനൽ മുദാഅഫി സുലാസി വറുബാഇ. സുലാസിയും റുബാഇയും ആയ മുദാഅഫുകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സുലാസിയായ മുദാഅഫ് എന്ന് പറഞ്ഞാൽ എന്ത്? റുബാഇയായ മുദാഅഫ് എന്ന് പറഞ്ഞാൽ എന്ത്? ഹലിൽ ഫിഅലുൽ മുദാഅഫു മിനൽ അഫ്ആലി സാലിമത്തി അംല. ഈ മുദാഅഫായ ഫിഅല് സാലിമത്തായ ഫിഅലുകളിൽ പെട്ടതാണോ? അല്ലേ? ആണെങ്കിൽ എന്തുകൊണ്ട്? അല്ലെങ്കിൽ എന്തുകൊണ്ട്? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, സാലിം എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലിത് പെടുവോ ഇല്ലയെന്ന് പോയി നോക്കണം. കൈഫ തതിമ്മു അമലിയത്തുൽ ഇദ്ഗാം. ഇദ്ഗാം ഓപ്പറേഷൻ എങ്ങനെയാണ് പൂർത്തീകരിക്കുന്നത്? എങ്ങനെയാണ് നമ്മൾ ഇദ്ഗാം ചെയ്യുന്നത്? അതൊരു അമലിയത്താണ്. ആ പ്രവൃത്തി, അതിൻ്റെ രീതി എങ്ങനെയാണ് എന്ന്. മയ്യിസ് അൽ കലിമാത്തിൽ മുദാഅഫ. മുദാഅഫത്തായ കലിമത്തുകളെ വേർതിരിക്കണം. മിൻ ഗൈരിഹ, അതല്ലാത്തതിൽ നിന്ന്. ഫീമായലി, താഴെ വരുന്ന ഫിഅലുകളിൽ. അപ്പോൾ യുഗറിറു, സമ്മാഊന, സദ്ദറ, മറ, അഖഅലൂന, അല്ലമ, മദ്ദ, മന്ന, അദ്ദമ, സമ്മ, യഫിറാനി, സല്ല, ഷദ്ദാദ്, ഷദ്ദ, അദ്ദ, ഇബ്യദ്ദ, വസ്വസ,
ഹസ് ഹസ, ജ ജ. ഇത്രയും കുറേ ഫിഅലുകളും ഉണ്ട്, കുറച്ച് ഇസ്മുകളും ഉണ്ട് ആ കൂട്ടത്തിൽ. അപ്പോൾ ഇന്ന് മുളഅഫായ കലിമത്തുകളാണ് വേർതിരിക്കണം. തിരിഞ്ഞില്ലേ? എന്താ മുളഅഫ് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് മുളഅഫ്. മുളഅഫായ കലിമത്തുകൾ ഇതിലേതാണെന്ന് നോക്കുക, എന്നിട്ട് അതിനെ വേർതിരിച്ചെഴുതുക. ഓക്കെ. ഇഅ്തി ബിസലാസത്തി അഫ്ആലിൻ മുളഅഫത്തിൻ സുലാസിയ്യത്തിൻ. സുലാസിയായ മുളഅഫായ 3 ഫിഅലുകളെ കൊണ്ടുവരാൻ. വസലാസത്തി അഫ്ആലിൻ മുളഅഫത്തിൻ റുബാഇയ്യത്തിൻ. റുബാഇയായ മുളഅഫായ 3 ഫിഅലുകൾ അതും കൊണ്ടുവരാൻ. വസലാസത്തി അഫ്ആലിൻ മുളഅഫത്തിൻ മസീദത്തിൻ. സുലാസി മസീദ് ഫീഹി അതുപോലെ റുബാഇ മസീദ് ഫീഹി, ഇതിൽ നിന്നൊക്കെയുള്ള കുറച്ച് മുളഅഫായ ഫിഅലുകളെ 3 അതും കൊണ്ടുവരാൻ. ഇത്രയും ആണ് ഇന്നത്തെ ക്ലാസ്സും ഇന്നത്തെ വർക്കും. ഓക്കെ. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഇദ്ഗാം ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ നിയമങ്ങളുണ്ട്, എങ്ങനെയാണ് ഇദ്ഗാം ചെയ്യൽ, ഇങ്ങനെയൊക്കെയുള്ള സംഗതികളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോണത്. ഓക്കെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.